ഇന്ന് ഈ വചനവേദിയിൽ തൻ്റെ യേശുവാനുഭവം നമ്മോട് പങ്കുവെക്കുന്നത് വൈക്കം സ്വദേശിയായ അഡ്വക്കേറ്റ് അനിത സെബാസ്റ്റ്യനാണ്. ക്രൈസ്തവയായ സഹോദരി തൻ്റെ യൗവനകാലത്ത് യേശുവിനെ രുചിച്ചറിഞ്ഞ് മാമോദീസ സ്വീകരിച്ച് സഭയിലൂടെ കർത്താവിന് സാക്ഷിയായി ജീവിക്കുകയാണ്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അനിതയെ നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ വചനവേദിയിലേക്ക് ക്ഷണിക്കാം. ഞാൻ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ എന്ന കൊച്ചു ഗ്രാമത്തിൽ പുറക്കാടെന്ന ഒരു സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു പള്ളിയുണ്ട്. 1410 അവിടെ പള്ളി ഉണ്ടായതാണ്. ഞാൻ ആ പള്ളിയോടനുബന്ധിച്ചൊരു സ്കൂളിൽ 2ാം ക്ലാസ് 3-4 ക്ലാസ്സുകളിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ പിന്നീട് 10ാം ക്ലാസ് വരെയും ഞാൻ യേശുവിനെ പ്രഘോഷിക്കുന്ന സ്ഥലത്തോ അതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലോ പോയി ഒരു വചനം കേൾക്കുകയോ അതുപോലെ ഒരു ബൈബിൾ വായിക്കുകയോ ഒരു പ്രാർത്ഥനയ്ക്ക് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ 2-3 ക്ലാസ്സിൽ പഠിക്കുന്ന അവസരങ്ങളിൽ മാത്രമേ എനിക്ക് യേശുവിനുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നുള്ളൂ. തുടർന്നാണ് എൻ്റെ ജീവിതത്തിൽ യേശു അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. എൻ്റെ ജീവിതത്തെ ഇപ്പം 45 വയസ്സായി. 15 വർഷം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ 15ാമത്തെ വയസ്സ് വരെ ഞാൻ യേശു ആരാന്ന് അറിയാതെ സ്നേഹിച്ച് അങ്ങനെ പോകുന്നു. അതിനുശേഷം യേശു ആരാണെന്നറിഞ്ഞ് സ്നേഹിച്ചു പോന്നു. അതിനുശേഷം യേശുവിനെ മാമോദിസ വഴി സ്വീകരിച്ച് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വന്നതാണ്. പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരുടെ ഉപദേശങ്ങളൊന്നും കേൾക്കാൻ പോയില്ല. പൗലോസ്ലീഹ മാനസാന്തരപ്പെട്ടതിനെപ്പറ്റി നിങ്ങൾക്കറിയാം. ഞാൻ മനുഷ്യരുടെ ഉപദേശം കേൾക്കാൻ ഒന്നും പോയില്ല. പിന്നെ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായ ആളുകളെ കാണാൻ ജെറുസലേമേക്ക് ഓടിപ്പോവുകയും ചെയ്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് പൗലോസ്ലീഹ മാനസാന്തരപ്പെടുന്നത്. യേശു നേരിട്ട് മാനസാന്തരപ്പെടുത്തുകയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതവും. എന്നെയും ദൈവം നേരിട്ട് കൈപിടിച്ച് ഇങ്ങോട്ട് വിരുന്നശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പ്രേമത്തിൻ്റെ പതാക എനിക്ക് മുകളിൽ പ്രാപിച്ചു. ഉത്തമഗീതം 2ാം അധ്യായം 4ാം വാക്യമാണ് ഇങ്ങനെ പറയുന്നത്. അതല്ലാതെ തന്നെ വിരുന്നശാലയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എന്നെ ദൈവം പെരുവെള്ളത്തിൽ നിന്നും പൊക്കിയെടുക്കുകയാണ് ചെയ്തത്. ഞാനൊരു 3-4 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം യേശുവിൻ്റെ പ്രാർത്ഥനയൊക്കെ ഈ സ്കൂളിൽ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. യേശു ഒരു ദൈവമാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഗാന്ധിജിയെ എൻ്റെ മാതൃകാ പുരുഷനായിട്ട് കണ്ട് അത് വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിരുന്നത്. അതിനുശേഷം കുട്ടികളുടെ ദീപികയൊക്കെ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അതിനേക്കാളും വലിയൊരു ഒരു ഉത്തമ പുരുഷനാണ് യേശു എന്ന്. അല്ലാതെ ഒരു ദൈവമാണെന്ന് ഞാൻ വിശ്വസിച്ചുമില്ല. പക്ഷേ എങ്കിൽ പോലും എനിക്ക് ചില കൊച്ചു അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ കുഞ്ഞായിരുന്ന സമയത്ത് എനിക്ക് വിക്കുണ്ടായിരുന്നു, വലിയ ചെസ്റ്റിന് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ ആലപ്പുഴയിലുള്ള അത്തിങ്കൽ പള്ളിയിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ വെച്ച് എനിക്ക് സുഖമാകുക എങ്ങാണ്ട് ചെയ്തിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ചമ്പക്കുളം പള്ളിയിലൊക്കെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം എനിക്ക് പള്ളിയും അതുപോലെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളോടൊക്കെ വലിയ താല്പര്യമാണ്. പള്ളി മണിയടിക്കുമ്പോൾ തന്നെ ഞങ്ങൾ താമസ വീടിൻ്റെ അടുത്തുള്ള പള്ളി ആരും അറിയാതെ പോയി ഞാൻ കുർബാനയ്ക്ക് കൂടിയിട്ടുണ്ട്. അതുപോലെ ശവസംസ്കാരത്തിന് കൂടിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ 5 വയസ്സിൻ്റെ കാലഘട്ടത്തിനൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാൻ ആലപ്പുഴ സെൻറ്റ് ജോസഫ് കോളേജിൽ കുറച്ച് നാൾ പഠിച്ചു. അവിടെ വെച്ച് യേശുവിനെ അറിയാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും എനിക്ക് പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം വിമൻസ് കോളേജിലോട്ട് അഡ്മിഷൻ കിട്ടി. ഞാൻ അങ്ങനെ തിരുവനന്തപുരത്ത് പഠിക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് വിമൻസ് കോളേജ് ഗവൺമെൻറ് കോളേജായതുകൊണ്ട് അവിടെ യേശുവിൻ്റെ ഒരു രൂപമോ പള്ളി ഇതൊന്നുമില്ല. പക്ഷേ ഈ കോളേജിലായിരുന്നപ്പോൾ എനിക്ക് അതൊക്കെ ഉണ്ടായിരുന്നു. അതിനെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ വന്നപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു നഷ്ടബോധം എനിക്ക് വലുതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ സാഹചര്യത്തിൽ ഞാൻ ഈ തിരുഹൃദയത്തിൻ്റെ പടങ്ങൾ ഞാൻ അറിയാതെ തന്നെ ഞാൻ വരയ്ക്കാൻ തുടങ്ങി. എൻ്റെ പഴയ പുസ്തകങ്ങളിലൊക്കെ ഇപ്പോഴും ഇങ്ങനെ പടം വരച്ചതൊക്കെ ഇരിപ്പുണ്ട്. അത്രയ്ക്കും യേശുവിനെ സ്നേഹിക്കുന്നുണ്ടൊന്നും എനിക്കും അറിയത്തില്ല. പിന്നീട് എനിക്കൊരു വലിയ അനുഭവം ഉണ്ടായി. ഞാൻ പ്രീ ഡിഗ്രിക്ക് ഫിസിക്സ് പരീക്ഷയ്ക്ക് തോറ്റുപോയി. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇനി പരീക്ഷ പാസ്സാകാതെ വീട്ടിലോട്ട് വരണ്ടെന്ന്. ആകെ നിരാശപ്പെട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഒരുവിധം നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായത് എനിക്കും വലിയ ദുഃഖമായി, എൻ്റെ അമ്മയ്ക്ക് വിഷമമായി. എന്നെ വീട്ടിലോട്ട് അങ്ങനെ വരണ്ടെന്ന് പറഞ്ഞതും ഒരു വലിയ വിഷമമായിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ ഒരു കസിൻ്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ പെട്ടെന്ന് മാറി മാറി കഴിഞ്ഞ് അവിടുന്ന് പുതിയ വീട്ടിലോട്ട് വന്നപ്പം അവിടെ ഒരു ഇന്ത്യൻ ബാങ്ക് പണിയുന്നതിന് വേണ്ടി വലിയൊരു ഗർത്തം എടുക്കുന്ന സമയത്താണ് അതിൻ്റെ തൊട്ടടുത്തൊരു മാവ് നിൽപ്പുണ്ട്. ആ മാവിൻ്റെ മാങ്ങ അതിൻ്റെ കുഴിയുടെ അറ്റത്ത് കിടപ്പുണ്ട്. ഞാനത് എടുക്കാൻ വേണ്ടി താഴോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ കാല്
തെന്നിയിട്ട് ഞാൻ താഴോട്ട് വീഴാൻ തുടങ്ങുമ്പോൾ നിങ്ങളധികം 10-20 അടി താഴ്ചയിലോട്ടാണ് ഞാൻ വീഴാൻ പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു ചെറിയ വിരൽ കാലിൽ ഇങ്ങനെ തട്ടി അവിടെ നിന്നു. തിരിഞ്ഞ് ഞാൻ മുകളിലോട്ട് എങ്ങനെ കയറി വന്നെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എൻ്റെ കാല് നന്നായിട്ട് മുറിഞ്ഞു. ഞാൻ കാല് മുറിഞ്ഞുകൊണ്ട് കാലെല്ലാം കഴുകി വീട്ടിൽ വന്നൊരു പുസ്തകം എടുത്ത് വായിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അവിടെ താമസിക്കുന്ന വീട്ടിലൊരു ബൈബിൾ ഉണ്ടായിരുന്നു. അതാണ് പെട്ടെന്ന് എനിക്ക് കിട്ടിയത്. ഞാനതെടുത്ത് വെറുതെ മറിച്ച് നോക്കി. എൻ്റെ സങ്കടം മറക്കാൻ വേണ്ടിയിട്ടാണ് മറിച്ച് നോക്കുമ്പോഴാണ് അതിനകത്ത് നിൻ്റെ കാല് കല്ലിൽ തട്ടാതെ വണ്ണം ഞാൻ കൈകളിൽ താങ്ങിക്കൊള്ളും എന്നൊരു വാക്യം കണ്ടപ്പോൾ എനിക്ക് അത് മാത്രം ആ ബൈബിളിൽ വരച്ചു വെച്ചിട്ടുണ്ടാരോ. പക്ഷെ അതെനിക്ക് വലിയൊരു പ്രചോദനമായി. ഈ പുസ്തകത്തിൽ ആരോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. ഞാൻ പതുക്കെ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ഈ പരീക്ഷ പാസ്സായി തിരിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും പറഞ്ഞു എന്നെ LLBക്ക് വിട്ടാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ LLBക്ക് അഡ്മിഷന് വേണ്ടി ഇപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ എൻട്രൻസ് എഴുതി പഠിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലുള്ളവർ പറഞ്ഞു വേണ്ട, തിരുവനന്തപുരത്ത് ലോ അക്കാഡമി കോളേജിൽ അഡ്മിഷന് വേണ്ടി ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ആപ്ലിക്കേഷനെല്ലാം അവിടെ കൊടുത്തു. അപ്പോൾ അവിടെ കൊടുത്ത് ഇൻ്റർവ്യൂവിൻ്റെ ദിവസം തന്നെ എനിക്ക് ആലപ്പുഴ SD കോളേജ് കെമിസ്ട്രി മെയിൻ ഇൻ്റർവ്യൂ വന്നു. പക്ഷേ അവിടെ പോകണ്ട, ഇവിടെ പോകാമെന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് വലിയ മന്ത്രിമാരുടെ കുട്ടികൾ പഠിക്കുന്ന കോളേജാണ്. എൻ്റെ വീട്ടിലെ ഒരുവിധം എല്ലാവരും രാഷ്ട്രീയക്കാരൊക്കെയാണ്, ഒത്തിരി വിദ്യാഭ്യാസമുള്ളതാണ്. പക്ഷേ മന്ത്രിമാരാരുമായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാനും ആകപ്പാടെ നിരാശപ്പെട്ടു. കാരണം എനിക്ക് അഡ്മിഷൻ കിട്ടാൻ പാടാണ്, ഒരു മന്ത്രിയുടെയും റെക്കമെൻഡേഷൻ ഇല്ല. പക്ഷേ എൻ്റെ അമ്മ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞൊരു കത്ത് അങ്ങോട്ട് അയച്ചു. അത് കഴിഞ്ഞ ശേഷം അനങ്ങാതിരുന്നു. തീർത്തും എങ്ങും അഡ്മിഷനില്ല. ഒരു വർഷം പോവുകയും ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ അഡ്മിഷനും ഇല്ലാതായപ്പോൾ ഞാൻ ആകപ്പാടെ നിരാശ വന്ന് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ ബൈബിൾ അവിടുന്ന് കൊണ്ടുപോകുന്നില്ല. വീട്ടിൽ വന്നപ്പം അതിന് ഞങ്ങളുടെ വീട്ടിൽ പണ്ടൊക്കെ സ്കൂളിൽ കൊച്ച് ബൈബിള് പെന്തക്കോസ്തുകാരൊക്കെ കൊണ്ടുവരും. അതിങ്ങാണ്ട് എവിടെയോ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അതെടുത്തൊക്കെ വായിക്കാൻ തുടങ്ങി. വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് എനിക്കൊരു വചനം കിട്ടി. സക്കറിയായുടെ പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യം. അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്: ജെറുസലേം പുത്രി, സിയോൻ പുത്രി, നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് വിനയാധീനത്തിനായി കടന്നു വരുന്നു എന്നും. ഇതെനിക്ക് എന്നും കിട്ടും. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അത് കിട്ടാൻ തുടങ്ങി ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കാർഡ് വന്നു. എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. പിന്നെ ഞാൻ മനസ്സിലാകുന്നത് അത്ഭുത മന്ത്രി, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ യേശു ആണ് എനിക്ക് അവിടെ അഡ്മിഷൻ തന്നതെന്ന്. അതിന് തിരിച്ച് വീണ്ടും ഞാൻ അവിടെ വീണ്ടും പഠിക്കാൻ തിരുവനന്തപുരത്ത് തന്നെ ചെന്നു. 2-3-4 വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ആ താമസിച്ച വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയുടെ ഒരു കസിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അവിടുന്ന് ഞാൻ ഹോസ്റ്റലിലോട്ട് പോന്നു. അവിടുന്ന് ഞാൻ ഹോസ്റ്റലിലോട്ട് പോകാൻ അവരാരും സമ്മതിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഒരു വലിയ സന്തോഷത്തിലല്ലായിരുന്നു പോയത്. അത് കാരണം തന്നെ ഈ ബൈബിൾ എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. എനിക്ക് ചോദിക്കാൻ മടിയായിരുന്നു. ഈ പുസ്തകം കൂടെ കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഈ പുസ്തകം കിട്ടിയ പിന്നെ ഞാൻ ഇതല്ലാതെ വേറൊരു പുസ്തകം വായിക്കാറില്ല. ഞാൻ ഒത്തിരി വായിക്കുന്നൊരു കുട്ടിയായിരുന്നു സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പം. അതോടുകൂടി എൻ്റെ പൊതുവെ നോവൽ വായന, കഥപുസ്തകം വായന എല്ലാം തീർന്നു. ഈ പുസ്തകം മാത്രം പഠിക്കുന്ന പുസ്തകം എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് നോക്കും. അത് അങ്ങനെയായിരുന്നു എൻ്റെ ഒരു രീതി. ഒരു ജനുവരി മാസമാണ് ഞാൻ ഹോസ്റ്റലിൽ താമസിക്കാൻ തുടങ്ങിയത്. ആ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് ഫസ്റ്റ് ഇയറിലെ പരീക്ഷയ്ക്ക് മൊത്തം ഞാൻ തോറ്റുപോയിരിക്കുകയാണ്. സെക്കൻഡ് ഇയറിലെ പരീക്ഷ എഴുതണം. ആകെ 24 സബ്ജക്റ്റ് ഒരുമിച്ച് എഴുതേണ്ട ഒരു അവസ്ഥയാണ്. ഞാൻ നന്നായിട്ടിരുന്ന് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഇടത് കണ്ണിനൊരു വലിയ കുരു വരും. എന്നിട്ട് പരീക്ഷയാകുമ്പോൾ ഈ കുരു പൊട്ടി പരീക്ഷയൊന്നും നന്നായിട്ട് എഴുതാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു അങ്ങനെ ആ സമയത്തും എനിക്കത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പരീക്ഷയുടെ ദിവസം സാരിയൊക്കെ ഉടുത്ത് നേരത്തെ കയറി കിടക്കുക. എൻ്റെ മുഖത്ത് മുഴുവൻ നീരാണ്. ആരെങ്കിലും ഞാൻ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ എന്നെ വിളിച്ച് കോളേജിലോട്ട് വേഗം വിടണം. എങ്ങനെയെങ്കിലും ഒന്ന് പരീക്ഷ എഴുതുക, അടുത്ത വർഷം നന്നായിട്ട് എഴുതാം. അങ്ങനെ ഞാൻ വിചാരിച്ച് കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് എന്നെ പുറത്തോട്ട് ഒരു മുള്ളു കൊള്ളുന്ന പോലെ പ്രതീതി ഞാൻ ഉറക്കത്തിൽ എനിക്കുണ്ടായി. ഞാൻ പെട്ടെന്ന് കട്ടിലിൽ നിന്ന് ഉരുണ്ട് വീണു. മുറിയിലൊക്കെ നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ വീണ്ടും കിടന്നുറങ്ങി. അപ്പോഴാണ് എൻ്റെ മുറിയിൽ നിന്നും ഒരു രൂപം എൻ്റെ മുറിയിൽ പതുക്കെ ഫ്ലോട്ട് ചെയ്ത് എൻ്റെ അടുത്തോട്ട് വരികയാണ്. ആ ഫ്ലോട്ട് ചെയ്ത് വരുന്ന എൻ്റെ അടുത്തോട്ട് വന്ന ഒരു മനുഷ്യൻ നല്ല ഗോൾഡൻ കളറിൽ ഉടുപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ കളറിലെ മുടി. അദ്ദേഹത്തിൻ്റെ മുഖം ശരീരം മുഴുവൻ ഒഴുകിക്കിടപ്പുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഫ്ലോട്ട് ചെയ്ത് വന്നതിന് ശേഷം എന്നെ ഇങ്ങനെ ഉറ്റുനോക്കിയപ്പോഴാണ് ആ നീലക്കണ്ണാണ്. ആ നീലക്കണ്ണിൽ നിന്ന് ഞാൻ ഒരു പ്രകാശം എൻ്റെ ഹൃദയത്തിലോട്ട്, എൻ്റെ അന്ന് വരെയുള്ള ജീവിതത്തിൽ ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പം മുതൽ 17-18 വയസ്സ് വരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഒരു കൊച്ചിനുണ്ടാകുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, സങ്കടങ്ങളുണ്ടോ, ഞാൻ ഒറ്റപ്പെട്ടു പോയ പ്രതീതിയാണെന്നൊക്കെ എനിക്ക് തോന്നലുണ്ടായിരുന്നു.
ആ തോന്നലെല്ലാം മാറുന്ന വിധത്തിൽ എന്നെ ഇങ്ങനെ നോക്കിയപ്പം പെട്ടെന്നൊരു തണുപ്പ് എൻ്റെ മനസ്സിലോട്ട് വന്നു. പെട്ടെന്ന് ഒരു ശാന്തത വന്നു, എനിക്ക് സമാധാനം വന്നു, എൻ്റെ സങ്കടങ്ങളെല്ലാം മാറി. അന്നേരം ഞാനിങ്ങനെ ഉറക്കത്തിൽ ആലോചിക്കുക, ഞാൻ എൻ്റെ ഒറ്റ കണ്ണുകൊണ്ടാണ് സ്വപ്നത്തിൽ ഈ മനുഷ്യനെ കാണുന്നത്. എൻ്റെ ദൈവമേ, ഈ ഇദ്ദേഹം ആരാണ്? ഈ ഒറ്റ കണ്ണുകൊണ്ട് കാണുമ്പം എനിക്ക് ഇത്രയും ആശ്വാസം ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ 2 കണ്ണുകൊണ്ടും കണ്ടാൽ എന്താണ് ആശ്വാസം? ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു. മുറിയിൽ ആരുമില്ല. എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. ഞാൻ നോക്കുമ്പോൾ സമയമായി. ഞാൻ പോയി പരീക്ഷ എഴുതി. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ എല്ലാ പരീക്ഷയ്ക്കും നന്നായി പാസ്സായി, പഠിച്ച് പാസ്സായി. പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ്. പിന്നീട് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി, എന്നെ വന്ന് കണ്ട ആരാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ കുറച്ച് ദിവസം, ഒരു 5-6 മാസം അന്വേഷിച്ചപ്പോൾ ഞാനൊരു കുട്ടിയെ പരിചയപ്പെട്ടു. ആ കൊച്ച് എന്നോട് പറഞ്ഞു, അനിതയ്ക്ക് ഒരു സമ്മാനം ഞാൻ തരണമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന്. ഞാൻ വിചാരിച്ചു എനിക്കെന്തോ തിന്നാൻ കൊണ്ടുവന്നതായിരിക്കുമെന്ന് ചോദിച്ചു. സന്ധ്യ ആകുമ്പോൾ അതിൻ്റെ റൂമിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു. സന്ധ്യയ്ക്ക് ഞാൻ റൂമിൽ ചെല്ലുമ്പോൾ ആ കുട്ടി എനിക്ക് തരുന്ന ഈ ഒരു ബൈബിളാണ് തന്നത്. അന്നേരം എനിക്ക് വലിയ ഉത്സാഹമൊന്നും തോന്നിയില്ല. ബൈബിള് കുറേ നാളായിട്ട് ഞാൻ വായിക്കുന്നില്ല. പക്ഷേ എന്നാലും എനിക്കിത് തരുന്നപ്പോൾ ഈ കൊച്ചെന്നോട് പറഞ്ഞു, കഴിഞ്ഞ ഒരാഴ്ചയായി അനിതയ്ക്ക് ഈ സാധനം കൊടുക്കുക, അനിതയ്ക്ക് ഈ സാധനം. ആ കുട്ടിയായിട്ട് ഒരാഴ്ച മാത്രമേ പരിചയമുള്ളൂ. ഇത് കൊടുക്കുന്ന ആ കുട്ടി എന്നോട് കുറച്ച് മനസ്സിലിങ്ങനെ പറയാൻ തോന്നിയത് കൊണ്ടാണ് ഞാനിത് അനിതയ്ക്ക് കൊണ്ടു തരുന്നതെന്ന് പറഞ്ഞു. ആ ബൈബിളാണ് ഞാൻ പിന്നീട് 1996 ഡിവൈനിൽ, ആരും അറിയാതെയാണ് ഞാൻ ആദ്യമായി ഡിവൈനിൽ ഒരു ധ്യാനം കൂടാൻ വരുന്നത്. ഒരു 87 കാലം മുതൽ എനിക്കറിയാം ഡിവൈൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ ഇങ്ങനെ പ്രാർത്ഥന നടക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ ഒത്തിരി ധ്യാനം നടക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. അന്ന് മുതൽ ഞാൻ എനിക്കൊരു ധ്യാനം കൂടാൻ പോകും. പക്ഷേ ഞാൻ എങ്ങനെ കൂടും? ഞാൻ ഒളിച്ചും പാത്തും എല്ലാം ഞാൻ ശരിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരും എന്നെ പഠിപ്പിച്ചതുമല്ല, ഞാൻ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ അമ്മയുടെ നാടാണ് വൈക്കം. അവിടെ ഞാൻ വരുന്നത്. അവിടെ വന്നതിന് ശേഷം അവിടെ വെച്ച് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു ചെറിയ ചിക്കൻ ബോക്സ് ഒക്കെ എല്ലാവർക്കും വന്നു. അതോടുകൂടി എനിക്ക് ഹോസ്റ്റലിലോട്ട് മാറേണ്ടി വന്നു. ആ ഹോസ്റ്റലിൽ മാറുന്ന സമയത്താണ് ഞാൻ ആരും അറിയാതെ ഡിവൈനിൽ പോയി ധ്യാനം കൂടുന്നതും മറ്റും. ധ്യാനം കൂടിയതോടുകൂടി പതുക്കെ എല്ലാവരും അറിഞ്ഞു ഞാനിങ്ങനെ ഒരാൾ ധ്യാനം കൂടാൻ പോയിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞു. വീട്ടിലോട്ട് ഞാൻ പിന്നെ തിരിച്ചു ചെന്നപ്പോൾ അവിടെ തന്നെ താമസിച്ചാൽ മതിയെന്ന് എൻ്റെ അമ്മയുടെ വീട്ടുകാർ പറഞ്ഞു. അതോടുകൂടി ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു. ആ സമയത്ത് മുമ്പ് തന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ പരിചയമുണ്ട്. നല്ല പരിചയമുള്ളത് കൊണ്ട് തന്നെ പുള്ളിയോട് ചോദിച്ചിട്ടാണ് എന്നെ ഒന്ന് ധ്യാനത്തിന് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചതും. ഞാൻ ആരും അറിയാതെ പിന്നെയും ഒരു 2-3 വർഷം ധ്യാനം കൂടുന്ന സമയത്ത് എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത കാരണമാണ് എനിക്കും വിവാഹമൊന്നും ആകാത്തത്. അങ്ങനെ ചേച്ചിയുടെ വിവാഹം കഴിയുന്നതിന് വേണ്ടി തടസ്സം വന്നപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ബാ, നമുക്ക് 2 പേർക്കും കൂടെ ആരും അറിയണ്ട, ഒരു ധ്യാനം കൂടാൻ പോകും. അങ്ങനെ എൻ്റെ ചേച്ചിയും കൊണ്ട് ഞാൻ ധ്യാനം കൂടാൻ പോയി തിരിച്ചു വന്ന സമയത്ത് 1 മാസത്തിനുള്ളിൽ എൻ്റെ ചേച്ചിക്ക് വിവാഹം നടന്നു. ചേച്ചിയുടെ വിവാഹം കഴിയുന്നതിന് ഒരു 6 മാസത്തെ താമസം ഉണ്ടായിരുന്നു. ആ സമയത്ത് ചേച്ചിക്കൊരു ജോലി കിട്ടി, ഗവൺമെൻറ് ജോലി കിട്ടി. 6 മാസത്തേക്ക് മാത്രമേ കിട്ടിയത്. അതിനുശേഷം 6ാമത്തെ മാസം വിവാഹം കഴിയുന്ന തലേന്ന് ചേച്ചിയുടെ ജോലി തീർന്നു. പിറ്റേ ദിവസം വിവാഹം. 10 മാസം കഴിഞ്ഞപ്പോൾ ചേച്ചിക്കൊരു കൊച്ചുണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന്. 2 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ എല്ലാവരും നിർബന്ധിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഒത്തിരി പ്രാർത്ഥിച്ച് എന്നെ ദൈവം നയിച്ച വഴികളിലൂടെ ഞാൻ വളരെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ വീണ്ടും ഡിവൈനിൽ ചെല്ലുന്നത്. ഡിവൈനിൽ ചെന്നതിന് ശേഷം ഒരു ദിവസം ഞാൻ പനക്കലച്ഛനെ നേരിട്ട് കണ്ടു. അച്ഛനോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നീ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 6 ആഴ്ചയെങ്കിലും ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ 3 ആഴ്ച ഡിവൈനിൽ ധ്യാനം കൂടിയിട്ട് എന്നേക്കുമായി ഞാൻ ഈ വിശ്വാസം ഉപേക്ഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നേക്കാമെന്ന് പറഞ്ഞു. തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ അമ്മ പറഞ്ഞു, ശരി, നിൻ്റെ ആഗ്രഹമല്ലേ, നടക്കട്ടെ എന്ന് വെച്ചു. അവിടെ ചെന്ന് ഇംഗ്ലീഷ് ബൈബിൾ ക്ലാസ്സിൽ ഒരു 6 ദിവസത്തെ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഇനി ഒരു 6 ആഴ്ച ഡിവൈനിൽ ഒരു ബൈബിൾ കോളേജ് ക്ലാസ് തുടങ്ങുന്നുണ്ട്, അവിടെ ഇരിക്കാൻ പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, വീട്ടിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ദൈവത്തെ വിടാനും കഴിയില്ല. ആ സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു, പ്രത്യേകിച്ച് ഒരു സാക്ഷ്യം പറയണം. അച്ഛൻ്റെ ഇംഗ്ലീഷിൽ സാക്ഷ്യം പറയേണ്ടി വന്നു. അന്നേരം ഞാൻ അച്ഛനോട് പറഞ്ഞു, മൈക്കൽ കാര്യമറ്റ അച്ഛനായിരുന്നു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് അങ്ങനെ ഇംഗ്ലീഷിലൊന്നും സാക്ഷ്യം പറയാൻ പറ്റുകയില്ല. അച്ഛൻ പറഞ്ഞു, നീ പറയുക, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ തന്നെ ആണോ പറയുന്നതെന്ന് അറിയാൻ പാടില്ലാതെ തന്നെ ഞാൻ ഈ സാക്ഷിയെല്ലാം, അന്ന് വരെയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷിയെല്ലാം 10-15 മിനിറ്റ് ഇംഗ്ലീഷിൽ അങ്ങ് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇതാണോ നിനക്ക് ഇന്നും ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന് പറഞ്ഞതെന്ന്. ഞാൻ ഇത്ര തുറന്ന് പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ യേശു എന്നിൽ
പ്രവർത്തിച്ച വഴികളിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. എന്നെ അത്രയധികം യേശു സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. കല്യാണം ആലോചിക്കാൻ ഇപ്പോൾ എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായി. എന്ത് ചെയ്യും എനിക്കറിയാൻ പാടില്ലാത്തൊരവസ്ഥ. ആ സമയത്താണ് എൻ്റെ ഹസ്ബൻഡിന് എന്നെ കല്യാണം കഴിക്കണമെന്ന് താല്പര്യം ഉണ്ടായത്. അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ ഇതെങ്ങനെ നടക്കും, അറിയാൻ പാടില്ല, ആരും എന്നെ സഹായിക്കുകയില്ലല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് കിട്ടി, ജെസ്സയുടെ മകൻ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ കർത്താവ് പോവുകയാണ്. അതിൽ ജെസ്സയുടെ വീട്ടിൽ ചെന്നപ്പോൾ 7 മക്കളുണ്ട്. ജെസ്സയ്ക്ക് 8 മക്കളുണ്ടെങ്കിൽ 7 മക്കളെയും വിളിച്ചിട്ട് ഞാനിപ്പോൾ എൻ്റെ ദൈവമേ എനിക്ക് തിരഞ്ഞെടുത്തവനാണോ ഇതെന്ന് ഞാൻ അങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ആദ്യമേ കണ്ട ഇതല്ല ഇതല്ല ഇവനെയല്ല അഭിഷേകം ചെയ്യേണ്ടതെന്നൊരു വചനം എനിക്ക് കിട്ടി. തുടർന്ന് ഞാൻ അങ്ങോട്ട് നോക്കുമ്പോഴെല്ലാം തുടർന്ന് വായിക്കുന്ന എൻ്റെ മനസ്സിൽ പറയാൻ തുടങ്ങി. ഞാൻ വായിച്ചപ്പോൾ എട്ടാമത്തവൻ കോമളനായ ഒരു പുരുഷൻ അവനാണ് തിരഞ്ഞെടുക്കപ്പെട്ടവനെന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ചു ചോദിക്കുക എത്രാമത്തെ മകനാണെന്ന്. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ 8ാമത്തെ മകനാണെന്ന്. അപ്പം ഞാൻ തീരുമാനിച്ചു ഇത് തന്നെ ഞാൻ ഉടനെ തന്നെ സമ്മതം പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ കല്യാണം തീരുമാനിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേരൊക്കെ വന്നു. അങ്ങനെ വളരെ വിചിത്രമായി ചെമ്മനത്തുകര പള്ളിയിൽ വെച്ച് എൻ്റെ വിവാഹം കഴിഞ്ഞു. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ തീർത്തും നല്ല ഒരു വിവാഹ ജീവിതം, നല്ലൊരു സന്തോഷം എനിക്ക് ഉള്ള ജീവിതമാണ്. വളരെയധികം സന്തോഷവും സമാധാനമുള്ളൊരു ജീവിതമാണെങ്കിലും എന്നെ ദൈവം സഹനങ്ങളിലൂടെ കടത്തിവിടുകയാണ്. വളരെയധികം സഹനങ്ങളിലൂടെ ഇന്ന് വരെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന എന്നെ നേരത്തെ കാണുന്ന വ്യക്തികളെല്ലാം അനിതയാണോ ഇത് എന്ന് ചോദിക്കുന്ന തരത്തിൽ എനിക്ക് കടുത്ത സഹനങ്ങളും പീഡകളും ഇതെല്ലാം ദൈവത്തിന് വേണ്ടി ഞാൻ സമർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നു. ആദ്യമായി ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാനായിരുന്ന ഓഫീസ് വിട്ടു. പിന്നെ എനിക്ക് ഓഫീസില്ല. വീട്ടിൽ നിന്ന് വല്ലപ്പോഴും കോടതി വരും. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോവും. അങ്ങനെ ഓഫീസില്ലാതെ വിഷമിച്ച് സമയത്ത് ഇനി മക്കളില്ല. 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്ന ശാലോം ഇങ്ങനെ നൈറ്റ് വിജിൽ പ്രെയർ ഉണ്ട്. അവിടേക്ക് ഒരു കത്തയച്ച് പ്രാർത്ഥിച്ചാൽ എന്തും സാധിക്കുമെന്ന്. അങ്ങനെ 2003 ജൂൺ മാസത്തിൽ ഞാനൊരു കത്തയച്ചിട്ട് ഞാനിരുന്ന് ഒറ്റ രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചു. അടുത്ത മാസം ഞാൻ എൻ്റെ മൂത്ത മകളെ പ്രഗ്നൻ്റായി. പ്രൈസ് ലോർഡ്. ഞാൻ ഈ അശോകപുരത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ് എൻ്റെ മൂത്ത മോളെ പ്രഗ്നൻ്റ് ആയപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അവിടെ ചെന്ന് ഒരു ലേബർ റൂമിൽ കിടത്തിയിരിക്കുക. ആ റൂമിൽ ഞാനും വേറൊരു പെൺകുട്ടിയും മാത്രമേ ഉള്ളൂ. ഞാൻ കിടക്കുന്ന നേരെ ഒരു മാതാവിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്, ഒരു പടം വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കി ഞാൻ അനങ്ങാതെ ഇങ്ങനെ കിടക്കും. എനിക്ക് അനങ്ങാനേ പാടില്ല. ഞാൻ എന്നെ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ട്യൂബിൽ ഒരു കുട്ടി കൂടി ഉണ്ട്, ഒരു കൊച്ചു കുട്ടി. അതിന് അനക്കമുണ്ട്. അത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ എൻ്റെ ഈ കുഞ്ഞിന് വലിയ അപകടം ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞു. അതെനിക്കത്ര വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിലും അവിടെ അത് ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചു. അവിടെ എന്നെ കിടത്തി. അങ്ങനെ 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കിടന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ദിവസം ഭയങ്കരമായിട്ട് വേദന എടുത്തിരിക്കുന്ന രാത്രിയിൽ ഞാനൊരു ദുസ്വപ്നം കണ്ട് ഞാൻ പേടിച്ച് ഞാൻ കണ്ണു തുറന്നിട്ട് വീണ്ടും കുറച്ച് നേരം മാതാവിനെ നോക്കി ഞാൻ കിടക്കുമ്പോഴാണ് പിന്നെയും ഞാനൊരു സ്വപ്നം കാണുന്നു. ഒരു കിലുക്കം കേട്ട് ഞാൻ കണ്ണു തുറന്ന് പാതി മയക്കത്തിൽ നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ മാതാവ് ഉണ്ണിയേശുവായിട്ട് വന്ന് നിൽക്കുകയാണ്. ഒരു ചെറിയ വടി കയ്യിലുണ്ട്. ഞാൻ കണ്ണു തുറന്നൊന്നുകൂടെ നോക്കി ശരിയാണോ, ഞാൻ ഈ സത്യമാണോ കാണുന്നതെന്ന് നോക്കിയപ്പം ആ മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് ആ മാതാവ് മോനോട് പറയാ, മോനെ ഉണർന്ന് തട്ടെന്ന്. ഇത് ഞാൻ ആ മാതാവ് പറഞ്ഞ അതേ ഭാഷ തന്നെയാണ് പറയുന്നത്, മോനെ ഉണർന്ന് തട്ട്. അപ്പം ഈ കുഞ്ഞുണ്ണിയേശോ ആ കയ്യിലിരുന്ന ഒരു വടി എൻ്റെ വയറിലോട്ട് നീട്ടി അങ്ങ് കുത്തിയപ്പോൾ എനിക്കത് ഏതാണ്ടോ വേദനിച്ചു. പക്ഷേ അന്നേരം ഞാൻ വിശ്വസിക്കാൻ എനിക്ക് പറ്റിയേയില്ല. ഞാൻ ഇച്ചിരി നേരം കണ്ണു തുറന്ന് കിടന്നു നോക്കിയപ്പോൾ ഇത് പതുക്കെ പുറകോട്ട് പോയി ആ ഫോട്ടോയുടെ അവിടം വരെ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇതൊക്കെ ഒരു തോന്നലായിരിക്കുമെന്ന് കരുതി ഞാൻ നല്ല ഉറക്കത്തിലായി. നേരം വെളുത്തപ്പം അന്നത്തെ ദിവസം ഡോക്ടർ വരുന്ന ദിവസമില്ല. പക്ഷെ പതിവില്ലാതെ 4 ഡോക്ടർമാർ റൂമിൽ വന്നു. അവരോട് എനിക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഓപ്പറേഷന് വേണ്ടി സമയം പറഞ്ഞ് വേഗം വേറൊരു ഹോസ്പിറ്റലിലോട്ട് മാറ്റാമെന്ന് പറഞ്ഞു. ആ ഹോസ്പിറ്റലിൽ അങ്ങനെ സ്കാൻ ചെയ്യാൻ കൊണ്ടുവന്നു. സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ വയറ്റിലെ ആ ട്യൂബിലുണ്ട കുഞ്ഞിന് അങ്ങനെ ഒരു സാധനമേ ഇല്ല. പ്രൈസ് ലോർഡ്. ഒരു 7-ാം മാസമായപ്പോൾ വീണ്ടും എനിക്ക് പ്രശ്നമായി. എന്നെ വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. എന്നെ അഡ്മിറ്റ് ആക്കിയിട്ട് ഹസ്ബൻഡ് ഓഫീസിലോട്ട് പോയി. അവിടെ ചെന്ന് ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഇന്ന വിഷമങ്ങളുണ്ട്. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല. പക്ഷേ എന്നിട്ടും ഞാനിങ്ങനെ പോകാൻ നിൽക്കുന്നതാണ്. ഡോക്ടർ പറഞ്ഞു ഞാൻ ട്രീറ്റ് ചെയ്യത്തില്ല, ഇവിടെ ട്രീറ്റ് ചെയ്യുന്ന കുട്ടിയല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ കാണുന്ന ഹോസ്പിറ്റലിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. എന്നാലും ഞാനൊന്ന് നോക്കാമെന്ന് പറഞ്ഞ് ലേബർ റൂമിൽ കൊണ്ടുപോയപ്പം
15-20 മിനിറ്റിന് ശേഷം ഉള്ളിൽ എനിക്ക് പെയിൻ വരുന്നുണ്ട്. എന്നെ അപ്പം തന്നെ വേഗം മറ്റേ ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ആക്കിയേക്കാൻ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു. ഒരു സന്ധ്യയായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം ആ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് 4 ദിവസം അവിടെ കുറേ ട്രീറ്റ്മെൻറ്റുമായിട്ട് അവിടെ അങ്ങ് കഴിഞ്ഞു. 4ാമത്തെ ദിവസമാണ് എൻ്റെ അമ്മ എന്നെ കാണാൻ ആദ്യമായി വരുന്നത്. അപ്പോഴത്തേക്ക് ആ സമയത്ത് എന്നെ ഡിസ്ചാർജ് ലേബർ റൂമിൽ നിന്ന് മാറ്റി റൂമിലോട്ട് കൊണ്ടുവന്നു. ആ റൂമിലോട്ട് കൊണ്ടുവന്ന പാതിരയായപ്പം ഞാൻ പ്രസവിച്ചു. 7 മാസമായിട്ടുള്ളൂ. എൻ്റെ കുഞ്ഞിന് കണ്ണിന് കാഴ്ച ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. അതുപോലെ തന്നെ ചെസ്റ്റിന് ഇൻഫെക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതുപോലെ വെന്റിലേറ്ററിൽ കിടത്തണമെന്ന് പറഞ്ഞു. ഒരിക്കലും എൻ്റെ കുഞ്ഞ് നടക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ രാത്രി വലിയ ആംബുലൻസിൽ PVS ഹോസ്പിറ്റലിൽ എറണാകുളത്തിലോട്ട് കൊണ്ടുവന്നു. ഈ സമയത്ത് ഞാനൊരു കാഴ്ച കൊണ്ടുവരും. സ്നേഹമുള്ള മക്കളെ, ഞാൻ കാണുന്ന പ്രസവിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്നെ ഡോക്ടർ കുറച്ച് ദിവസം പ്രസവിക്കാതെ വയറ്റിൽ തന്നെ കുഞ്ഞിരിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ എല്ലാവരും എന്നോട് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാഴ്ച കാണുന്ന സ്വർഗത്തിൽ നിന്ന് ഒരു വാതിൽ തുറന്ന് താഴോട്ടൊരു ഏണി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ആ ഏണിയുടെ അങ്ങേ അറ്റം വരെ കുറേ മാലാഹമാർ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൽ താഴെ നിൽക്കുന്ന മാലാഹ മേളിൽ നിൽക്കുന്ന ആരോടോ പറയുകയാണ്, കണ്ടില്ലേ കിടക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ അന്തം വിട്ട പോലെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടില്ലേ ഇനിയും കണ്ടില്ലേ എന്നിങ്ങനെ 2-3 പ്രാവശ്യം ചോദിക്കുമ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു, വാ വേഗം പ്രസവിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം എൻ്റെ കരസ്പർശത്തിലാണ് എൻ്റെ പ്രസവം നടത്തിയത്. അങ്ങനെ എൻ്റെ കുഞ്ഞിന് നേഴ്സറിയിലോട്ട് മാറ്റി. പക്ഷേ 10 ദിവസം കൊണ്ട് എൻ്റെ കുഞ്ഞിന് കാഴ്ചയുണ്ടായിരുന്നു, ചെവി കേൾക്കാമായിരുന്നു. ഒരു കുഴപ്പവും ഇല്ലാതെ 30 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ കയ്യിലോട്ട് ഡോക്ടർ തന്നു. വളരെ വൈകിയാണ് കുറച്ച് നാൾ വൈകിയാണ്, 1.5 വർഷം കഴിഞ്ഞാണ് എൻ്റെ കുഞ്ഞ് നടന്നത്. സംസാരിച്ചതും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്നവൾ വളരെ മിടുക്കിയാണ്, നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാണ്. ഇന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. പ്രൈസ് ലോർഡ്. എൻ്റെ മോളെ പ്രസവിച്ച് 90ാമത്തെ ദിവസം എൻ്റെ ഹസ്ബൻഡിനെ മൂർഖൻ പാമ്പ് കടിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം സന്ധ്യയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് 8:45 വരുന്ന സമയം ഓഫീസിൽ നിന്ന് വരും. ആ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബാഗും ഒക്കെ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ചേച്ചിയാണ് വരുന്നത്. ഇന്ന് ഇതെവിടെ പോയി എന്ന് ഞാനിങ്ങനെ ദേഷ്യപ്പെട്ട് മനസ്സ് വിചാരിക്കുമ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുമോൻ വൈക്കം വരെ ഒന്ന് പോയി. എൻ്റെ ഹസ്ബൻഡിനെ കുഞ്ഞുമോൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ കുഞ്ഞുമോൻ വൈക്കം വരുമെന്ന് പറഞ്ഞു. എനിക്കൊന്ന് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത്. ഞാൻ പക്ഷേ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഞാൻ കരയുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ 91-ാം സങ്കീർത്തനം ആണ് എനിക്ക് കിട്ടുന്നത്. 10 മണിയായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു പറഞ്ഞു, ഉടുമ്പ് കഴിച്ചെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഉടുമ്പൊന്നും ആയിരിക്കത്തില്ല, അത് പാമ്പായിരിക്കും, ധൈര്യമായിട്ട് പൊയ്ക്കോ, ഞാൻ പ്രാർത്ഥിക്കാം ഇവിടെ ഇരുന്നെന്ന് ഞാൻ പറഞ്ഞു. രാത്രി 2 മണിയായപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ അനിയൻ വിളിച്ചു പറഞ്ഞു, ചേച്ചി 72 മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത്, അതിനുള്ളിൽ എന്താണ് അതിനുള്ളിൽ ഡോക്ടർ വിടുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാലിൻ്റെ നീര് പോകാൻ വേണ്ടി മെഡിക്കൽ കോളേജുകാർ കീറി. അതിനുശേഷം ഹസ്ബൻഡിന് ഭയങ്കര ബുദ്ധിമുട്ടായി. പെട്ടെന്ന് തന്നെ ഞങ്ങൾ അമൃതയിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്തു. ഹസ്ബൻഡിനെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞത് 1 തുള്ളി ബ്ലഡിനകത്ത് 1 തുള്ളി പോലും വിഷം കയറിയിട്ടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. 1 മാസത്തോളം ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കിടന്നു. ഈ ദിവസങ്ങളിലെല്ലാം പ്രിയരെ എന്നെ 91-ാം സങ്കീർത്തനം കൊണ്ടാണ് ദൈവം നയിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് താമസിക്കുന്ന സമയത്താണ് വീണ്ടും 1 വർഷം കഴിഞ്ഞപ്പോൾ അതേ സ്ഥലത്ത് തന്നെ എൻ്റെ ഭർത്താവിൻ്റെ ഒരു ചൊറി പോലെ വന്ന്, അതിങ്ങോട്ട് ജർമ്മൻ മീസീസ് പോലെ വന്നു. പിന്നെ ആ ഒരു കുരു വന്നത് ആ പാമ്പ് കടിച്ച സ്ഥലത്ത് തന്നെ അത് പഴുത്തിട്ട് ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ് പോലെയായി. എന്ത് ചെയ്യും? വിഷമിച്ച് സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിക്കുന്നു എന്ന് എൻ്റെ ചിന്ത. പക്ഷേ എന്നേക്കാൾ എത്രയോ ആളുകൾ ഇതിനേക്കാൾ വേദന സഹിക്കുന്നു. പക്ഷേ ഞാൻ സഹിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നെന്നാണ് എൻ്റെ ചിന്ത. പക്ഷേ എന്നെ ദൈവം തോളിലേറ്റി കൊണ്ടു നടന്നൊന്നും എനിക്ക് മനസ്സിലായില്ലായിരുന്നു ആ സമയത്ത്. ഈ സമയത്താണ് ഏവു പ്രവാസിയമ്മയെ പറ്റി അറിയുന്നത്. ഏവു പ്രവാസിയമ്മയുടെ പള്ളിയിൽ പോയി അവിടെ ചെന്ന് അവിടുത്തെ ദിവ്യഗാനത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന പൂവിനകത്തുനിന്ന് ഒരു പൂവ് എനിക്ക് തന്നെ അവിടുത്തെ സിസ്റ്റർ തന്നു. അത് ഉണക്കിക്കൊണ്ടുവന്ന് ആ എണ്ണ ഇട്ടിട്ട് ആ എണ്ണ കാലിൽ തൊട്ടാൽ മതിയെന്ന് എന്നോട് ആ സിസ്റ്റർ പറഞ്ഞു. ഞാനും എൻ്റെ കുഞ്ഞും കൂടെ അത് ഉണക്കിയെടുത്ത് പുള്ളിയുടെ കാലിൽ രാവിലെ എന്നും പുരട്ടി കൊടുക്കും. കൃത്യം 3 മാസത്തിനുള്ളിൽ എൻ്റെ ഹസ്ബൻഡിന് എന്നേക്കുമായി ഒരിക്കലും ഉണങ്ങുകയെന്ന് പറഞ്ഞ മുറിവ് കൃത്യം 3 മാസത്തിനുള്ളിൽ ഉണങ്ങി. വാടകയ്ക്കാൻ താമസിക്കുന്ന ഒരു വീട് അന്വേഷിച്ച് നടന്നിട്ട് അങ്ങ് കിട്ടുന്നില്ല. സ്ഥലം മേടിക്കാൻ നോക്കുമ്പോഴൊന്നും കിട്ടുന്നില്ല. 2007 മാർച്ച് മാസത്തിൽ ഞാൻ അവസാനം നിരാശപ്പെട്ട് ഈ ശാലോമിലോട്ടൊരു കത്തയച്ചിട്ട് പ്രാർത്ഥിച്ചു. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു മാർച്ച് 6-ാം തീയതി ഒരു രാത്രിയിലെ നൈറ്റ് വിജിൽ മുഴുവനും പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് സമാധാനമായിട്ടിരുന്നു. ഇനി എപ്പോഴെങ്കിലും ദൈവം വീട് വരട്ടെ
തീരട്ടെ, അതുവരെ വാടകയ്ക്ക് താമസിക്കാമെന്നും. മാർച്ച് 22-ാം തീയതി എൻ്റെ ഹസ്ബൻഡിന് അനിയൻ ഓസ്ട്രേലിയയിൽ ഒരാളുണ്ട്, അദ്ദേഹത്തിനൊരു 12 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അത് വെറുതെ വിളിച്ചു പറഞ്ഞു, ഇടാ നിനക്ക് വേറെ പറമ്പൊന്നും കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ പറമ്പിൽ നീ വീട് വെച്ചു. അങ്ങനെ കൃത്യം 1 വർഷത്തിനുള്ളിൽ ഞങ്ങളവിടെ ഒരു വീട് വെച്ചു. അതിനുശേഷം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ശലോമിലോട്ട് ഒരു കത്തയച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് എനിക്കൊരു വീട് ലഭിച്ചു എന്ന്. ആ ശലോമിൽ ആദ്യം എൻ്റെ കത്ത് കിട്ടി. ഇതുപോലെ ഒരു ഒക്ടോബർ മാസത്തിൽ സാക്ഷ്യത്തിൻ്റെ സമയത്ത് ഇവിടുത്തെ ഒരു ബ്രദർ എൻ്റെ കത്താണ് ആദ്യമേ വായിച്ചത്. ഒരു പൂ ചോദിച്ചു, എൻ്റെ പൂന്തോട്ടം തന്നെ എനിക്ക് തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സാക്ഷ്യം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതിനിടയ്ക്ക് വീണ്ടും എൻ്റെ ഹസ്ബൻഡിന് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖം വരാൻ തുടങ്ങി. എന്താണ് അസുഖം എന്നറിയത്തില്ല. എല്ലാ ദിവസവും വയറുവേദന, ചെവി വർത്താനം പറയാൻ പറ്റില്ല, ശബ്ദം അടയുന്നു. അത് കഴിഞ്ഞ ശേഷം വണ്ണം ഉണ്ടായിരുന്ന പുള്ളി വളരെ ശോഷിച്ച് വരാൻ തുടങ്ങി. ഞാനായിരുന്നു നല്ല പ്രാർത്ഥനയിലും വിശ്വാസത്തിലും. പക്ഷേ എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ദുരന്തം ഒഴിയുന്നില്ല. രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് കട്ടിലിൻ്റെ താഴിലോട്ട് ഞാൻ കാല് നീട്ടിയിരിക്കും പ്രിയരെ. എന്നിട്ട് ഞാൻ നിരന്തരം കൊന്തയെന്ന് പ്രാർത്ഥിക്കും. അവസാനം ഹോസ്പിറ്റലിൽ എല്ലാവരും പറഞ്ഞു ഹെപ്പറ്റൈറ്റിസ് ആണ്. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഹസ്ബൻഡിന് ഭക്ഷണം കൊടുക്കുമ്പം ആ ഭക്ഷണമൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ ഡോക്ടർ തന്നു. അത് കഴിഞ്ഞ് ബ്ലഡ് കൊടുത്തിട്ട് പോന്നു, എ ആണോ ബി ആണോ സി ആണോ ഹെപ്പറ്റൈറ്റിസ് എന്നറിയാൻ. 8 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വീണ്ടും റിസൾട്ട് നോക്കാൻ ചെന്നപ്പോൾ ഹസ്ബൻഡിന് ഒരു അസുഖവും ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ പിന്നീട് കുറച്ചൊരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പതുക്കെ വയറിന് അസ്വസ്ഥത, ശരീരം വേദന, ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ലിവറിന് ചെറിയ കംപ്ലൈൻറ്റ്, ഇതെല്ലാം എനിക്കുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ കൈ പൊക്കി പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് സാധിക്കത്തില്ല. ഭയങ്കര കൈയുടെ വേദന, ഷോൾഡറിൻ്റെ അകൽച്ചയുണ്ട്, ഒത്തിരി രോഗങ്ങൾ എന്നെ ഈ സമയത്തൊക്കെ അലട്ടുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ സഹനങ്ങൾ അനുഭവിക്കുന്ന ഓരോ ആളുകൾക്കും കോടാനുകോടി മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ നാട്ടിലൊരു ധ്യാന കേന്ദ്രം വന്നിരുന്നെങ്കിൽ നിന്ന് അങ്ങനെ ഒരു 2 മാസത്തെ പ്രാർത്ഥനയുടെ ഫലമായി തോട്ടകം ഇടവകയിൽ ഞങ്ങളുടെ നാട്ടിലൊരു കൊച്ചു പ്രാർത്ഥനാലയം വന്നു, ഡിവൈനിൻ്റെ. അങ്ങനെ വന്നൊരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഒരു ദിവസം എൻ്റെ കക്ഷി എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, അയ്യോ എന്ത് പറ്റി സിസ്റ്ററെ, വല്ലാതെ അസുഖം പോലെ പിടിച്ച പോലെ ഉണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഞാൻ അച്ഛനെ ഒന്ന് വന്ന് കാണാൻ പറഞ്ഞു. അച്ഛനെ ചെന്ന് കണ്ട് എനിക്കിങ്ങനെ ലിവറിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ടാക്കുന്ന തട്ടലിന് അകൽച്ചയുണ്ട്, ഭയങ്കര പെയിനാന്നൊക്കെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഇനി ഒരിക്കലും മോൾക്ക് ഇങ്ങനൊരു അസുഖം വരത്തില്ല എന്ന്. പിന്നെ അച്ഛൻ അത് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞു ഇനി അതിനൊന്നും മരുന്ന് കഴിക്കണ്ടെന്ന്. നിരന്തരം അച്ഛൻ്റെ അടുത്ത് എന്ന് പ്രാർത്ഥിപ്പിക്കും. അപ്പോൾ അച്ഛൻ തന്നെ ചോദിച്ചു എന്താ ഇങ്ങനെ എപ്പോഴും അസുഖം എന്നിങ്ങനെ ചോദിച്ചിട്ട് അച്ഛൻ തന്നെ പ്രാർത്ഥിക്കുക. എനിക്കറിയാൻ പാടില്ല എന്ന് വെച്ചാൽ അച്ഛൻ തന്നെ എന്നോട് ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും ഭർത്താവിൻ്റെ സഹനങ്ങളൊക്കെ എനിക്ക് തന്നേക്കെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു ഞാനങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു അത് തന്നെ ദൈവത്തിനോട് ഞാൻ ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു അവൾ എന്നോട് ചോദിച്ചു വാങ്ങിയ സഹനങ്ങളാണ്, സഹിക്കട്ടെ, സാരമില്ല, സഹിക്കാൻ കഴിവുള്ളത് കൊണ്ടാണല്ലോ. ഏറ്റവും ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു.